ചെയ്യുന്നത്. gmail.com എന്ന് പറയുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസർ നെയിമിനെയും ഡൊമൈൻ നെയിമിനെയും ഒരു @ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ചിട്ട് സെപ്പറേറ്റ് 2 പാർട്ടുകളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോമ്പോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽ മനസ്സിലായല്ലോ, എങ്ങനെയാണ് എന്താണ് അല്ലേ, എങ്ങനെയാണ് ഇമെയിലൊക്കെ എഴുതുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഇമെയിൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ പോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ IMAP എന്ന് പറയുന്ന പ്രോട്ടോക്കോളും ഇമെയിൽ നമുക്ക് അയക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇമെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിലിന് കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അയച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ആർക്കാണ് അല്ലേ, അപ്പോൾ ആളുടെ ഇമെയിൽ അഡ്രസ്സ് വെക്കും, അപ്പോൾ ഇമെയിൽ കൊടുക്കും. പിന്നെ സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് വെക്കും, കണ്ടന്റ് എഴുതും, സെൻഡ് കൊടുക്കും. സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ഇമെയിൽ അയക്കാറ്. അപ്പോൾ അതുകൂടാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇമെയിൽ ഇതേ കറക്റ്റ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഇവിടെ ഫിഗർ 12.11 കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇമെയിൽ വയ്ക്കുന്നത്. ഇനി ഇമെയിലിൻ്റെ സെക്ഷൻസ് എന്താ നോക്കാം. ആദ്യത്തെ സെക്ഷനാണ് 2 അല്ലേ. 2 എന്ന് പറയുന്നത് എന്താ, 2ൽ നമ്മൾ എന്താ വയ്ക്കുക, ആർക്കാണോ പ്രൈമറി ആയിട്ട് നമ്മൾ അയക്കുന്നത് ആളുടെ ഇമെയിൽ വയ്ക്കും അല്ലേ, അപ്പോൾ ആൾക്കായിരിക്കും അത് സെൻഡ് ആവുക. ഇനി CC എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, കാർബൺ കോപ്പി. ഇനി സെക്കൻഡറി ആയിട്ട് ആർക്കെങ്കിലും ഇതേ ഇമെയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് CCയിൽ ആളുടെ ഇമെയിൽ വയ്ക്കാം. ഇനിയുണ്ട് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഫുൾ ഫോംസ് പഠിച്ചു വയ്ക്കുക. CC എന്ന് പറയുന്നത് കാർബൺ കോപ്പി, BCC എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നതോ മൂന്നാമതായിട്ട് ആർക്കെങ്കിലും നമുക്ക് ഈ ഇമെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ അതായിട്ട് ഇമെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് BCC എന്ന് പറയുന്ന ഭാഗമുള്ളത്. പിന്നെ ഉള്ളതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണോ ഈ ഇമെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് വിഷയത്തിനെ സംബന്ധിച്ചുള്ള ഇമെയിലാണ്. ഇപ്പോൾ ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ജോബ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ലീവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ലീവ് റിക്വസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ എന്തിനെ സംബന്ധിച്ചാണ് ഇമെയിൽ അയക്കുന്നതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയണ്ടേ. അപ്പോൾ ഈ സബ്ജക്റ്റ് വായിക്കുമ്പോൾ അറിയാം ആൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് ഈ ഇമെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റ് കൊടുക്കാനാണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. പിന്നുള്ളതാണ് കണ്ടന്റ് അല്ലേ. കണ്ടന്റിൽ എന്താ നമ്മൾ എഴുതുക, നമുക്ക് എന്താണോ ആളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ അത് നമ്മൾ എഴുതുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സെക്ഷൻസ് ആണ് ഒരു ഇമെയിലിനുള്ളത്. 2, CC, BCC, സബ്ജക്റ്റ്, അതുപോലെ തന്നെ കണ്ടന്റ്. ഇനി എങ്ങനെയാണ് ഒരു ഇമെയിലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നുണ്ട്, വർക്കിംഗ് ഓഫ് ഇമെയിൽ. ആദ്യം നമ്മളൊരു സെൻഡർ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അത് വെബ് മെയിൽ